ശിവ, ഒന്ന് നിന്നെ. നീ എന്താണ് ഇത്ര വൈകിയത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ ഇങ്ങോട്ട് എത്തിക്കൊള്ളെന്ന്. അതിനത്ര വൈകിട്ടൊന്നുമില്ലല്ലോ. ഞാൻ നേരത്തെ തന്നെയാ വന്നത്. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അങ്ങോട്ട് എപ്പോഴും പോകുന്നത് നിർത്തിക്കൊള്ളണം, കേട്ടല്ലോ. നീ ഏട്ടനത് എന്തിന്റെ കുഴപ്പാ? ഞാൻ അങ്ങോട്ട് പോയ ഏട്ടനെന്താ കുഴപ്പം? നീ അധികം ഒന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് പറ. ഇത് കണ്ടോ അമ്മ? എനിക്ക് അവൻ പറഞ്ഞു തന്നെ പറയാനുള്ളൂ. അങ്ങോട്ട് പോക്കങ്ങ് കുറച്ചേക്ക്, അത്ര തന്നെ. എന്താ പറ്റിയത്? ഞാൻ വേറെ ആരുടെ വീട്ടിലല്ലല്ലോ പോയത്, അമ്മായിയുടെ വീട്ടിലല്ലേ. നമുക്കറിയാവുന്ന ആളല്ലേ അമ്മായി, അല്ലാണ്ട് അന്യരൊന്നും അല്ലല്ലോ. അമ്മായിയുടെ വീട്ടിലൊക്കെ ആണെങ്കിലും നീ ആരെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയെന്ന് എല്ലാവർക്കും ഇവിടെ അറിയാം, കേട്ടല്ലോ. അറിയാലോ, പിന്നെ എന്തിനാ ഈ ചോദ്യം ചെയ്യല്? എനിക്കിത് ഇഷ്ടമല്ല കേട്ടോ. എടി പെണ്ണെ, നിനക്ക് അവനോട് ഇഷ്ടമുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷെ അവന് നിന്നോട് അങ്ങനെ ഇല്ലല്ലോ. ആര് പറഞ്ഞു? ആദ്യമായിട്ട് എന്നോട് ഭയങ്കര ഇഷ്ടാ. പിന്നെ അത് പുറത്ത് കാട്ടുന്നില്ലെന്നേ ഉള്ളൂ. എനിക്ക് ഇനിയൊന്നും പറയാനില്ല. നീ അങ്ങോട്ട് പോവണ്ടെന്ന് പറഞ്ഞാ പോവണ്ട, അത്ര തന്നെ. ഇനി അഥവാ നിനക്ക് അങ്ങോട്ട് പോകണമെന്നാണെങ്കിൽ ഞങ്ങൾ പോകുമ്പോ നീ ഞങ്ങളുടെ കൂടെ പോരെ. അല്ലാണ്ട് നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോക്ക് അങ്ങ് നിർത്തിയേക്ക്, കേട്ടോ. അച്ഛത് കേൾക്കുന്നില്ലേ ഇവരെന്നെ ഭീഷണിപ്പെടുത്തുന്നത്? എനിക്ക് ആദ്യമില്ലാതെ പറ്റത്തില്ല. മോള് പൊക്കോ. എടാ, നീ ഇനി എന്നെ കൊച്ചിന് എന്തെങ്കിലും പറഞ്ഞുണ്ടല്ലോ, ശരിയാക്കും ഞാൻ നിന്നെ. ഓ, കൊഞ്ചിച്ച് വഷളാക്കി വെച്ചോ അവളെ. എനിക്ക് വല്യ സംസാരിക്കാൻ, ഞാൻ പോവാം. നീ വാട മോനെ, അങ്ങേരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങേരെ എപ്പോഴും അവളുടെ സപ്പോർട്ടാ. അമ്മ, ഫുഡ് റെഡി ചെയ്യാം. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. നേരത്തെ കിടന്ന് ഉറങ്ങേണ്ടതാ. ഒന്ന് കഴിക്കാമായിരുന്നു. ഫുഡ് റെഡി ആയിടാ. നീ അവിടെ പോയിരുന്നു. ആ സച്ചുവിനെയും കൂടി വിളിക്കേ. ആ ചെറുക്കനാണെങ്കിൽ ഫോൺ കളിച്ച് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു അവിടെ. സച്ചു, എടാ സച്ചു മോനെ, ഇങ്ങോട്ടൊന്ന് വന്നേടാ. ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ ആ ചെറുക്കൻ വരില്ല. ഫോണിനുള്ളിൽ കയറി ഇരിക്കാന്ന് എനിക്ക് തോന്നുന്നു. അമ്മ വരുന്നില്ലെങ്കിൽ വരണ്ടമ്മ, നമുക്ക് കഴിക്കാം. ഓ, ഒറ്റയ്ക്കിരുന്ന് കഴിക്കാനുള്ള പൂരി അയ്യടെ കുറിച്ചു. ഞാൻ വന്നു. ഇനി അവന്റെ അടുത്ത് തല പിടിക്കാൻ നിൽക്കാതെ ഇരിക്കലാർക്കാ. എന്നാ വേണ്ടെന്ന് വെച്ചാൽ വിളമ്പി കഴിച്ചോളാം, കേട്ടല്ലോ. അമ്മ, ഇവിടെ ചിക്കനൊന്നുമില്ലേ? എനിക്ക് ചിക്കൻ വേണം. എന്ത് കഷ്ടമാണ്. ഫുൾ ടൈം പച്ചക്കറി തന്നെ, പച്ചക്കറി. നിനക്ക് വേണമെങ്കിൽ നീ കഴിച്ചാൽ മതി. അമ്മ ഉണ്ടാക്കുന്ന ഫുഡിന് കുറ്റവും പറയും, എന്നാൽ അവനൊട്ടും ഉണ്ടാക്കാനും അറിയില്ല. അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ പൂജയല്ലേ, അവള് നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അതെന്നത്തിനാണ് അവൾ ഇങ്ങോട്ട് വരുന്നേ? ആ ചേച്ചി എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ആ ചേച്ചിക്ക് അമേരിക്കയിലെങ്ങാനും നിന്നാ പോരെ. വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങോട്ട് കയറി വന്നിട്ട്. ഇവിടെ എന്താ ഉള്ളത്? അവിടെയാണെങ്കിൽ എന്ത് സുഖ. അല്ലടാ, അവൾക്ക് നാട്ടിൽ വന്ന് PG ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അത് കാരണം വരണമെന്നാ പറഞ്ഞത്. അവളുടെ അച്ഛനൊന്നും വരുന്നില്ല, അവള് മാത്രമേ വരുന്നുള്ളൂ. ഫയൽസും കാര്യങ്ങളൊക്കെ കൊണ്ടാ വരുന്നത്. ഞാനിതൊന്ന് ശരിയാക്കി കൊടുക്കണം. നമ്മളെന്ന് കുറെ സഹായിച്ചതാണല്ലോ മീറ്റിങ്ങിനൊക്കെ. അപ്പൊ അത് കാരണം ഒന്ന് സഹായിച്ചേക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് നാളെ ഇങ്ങോട്ട് നേരിട്ട് വരാനാ പറഞ്ഞത്. എന്റെ കൂടെ പോവുകയും ചെയ്യാലോ. എങ്കിൽ നാളെ ഒരാൾക്ക് ഭ്രാന്തളകാൻ ചാൻസ് ഉണ്ട്. ഏട്ടന്റെ കൂടെ പോവാന്ന് പറഞ്ഞ് കുറച്ചു പേര് എന്തോരു നാളായി കാത്തിരിക്കുന്നു എന്ന് ഏട്ടന് അറിയാലോ. നീ എന്തൊക്കെയാണ് ആർക്കായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. തെളിച്ച് പറ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. അതൊക്കെ ഏട്ടൻ നാളെ കണ്ട് മനസ്സിലാക്കിക്കോ. നേരിട്ട് കാണുമ്പോഴേ ശരിക്കും മനസ്സിലാക്കും. അല്ലടാ, ആ കൊച്ചെപ്പോഴാ വരുന്നേ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഞാൻ പറഞ്ഞത് ഒരു 8 മണിയാകുമ്പത്തേനും ഇവിടെ എത്താനാ. കാരണം ഇവിടുന്ന് അവളൊന്നും കഴിക്കാതെ ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ ഇവിടുന്ന് ഫുഡും കഴിച്ച് നേരെ കോളേജിലേക്ക് പോവാം. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ 8 മണിന്നാ പറഞ്ഞത്. അതുകൊണ്ടല്ലേ അവള് വരും. എന്നാ ഞാൻ മേലെ പോവാണ്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്. ആരാ? എന്താ വേണ്ടേ? എന്താ ഇവിടെ വന്ന് നിക്കുന്നേ? ഞാൻ ആദിയുടെ കട വീട്ടിൽ വന്നതാ. ആദിയില്ലേ അകത്ത്? നീ ആരാ എന്റെ ആദ്യേട്ടൻ ആദിന്നൊക്കെ വിളിക്കാനായിട്ട്? അതിന് നീ ഏതാടി കുരുപ്പേ? ആദിയുടെ ഫ്രണ്ടൊന്നല്ലല്ലോ. ഞാനേ ആദിയുടെ ഫ്രണ്ടല്ല, പക്ഷേ ആദിയുടെ ഗേൾ ഫ്രണ്ടാ. ആദിയുടെ ഗേൾ ഫ്രണ്ടോ? അതെ, ആദ്യേട്ടന്റെ ഗേൾ ഫ്രണ്ടാ ഞാൻ. വിശ്വാസം വരുന്നില്ല അല്ലേ? എന്താ പൂച്ച ചേച്ചി അവിടെ തന്നെ നിന്നാണ്? ഞാൻ ഇങ്ങോട്ട് കയറി പോവാ. ആ, നീയും ഉണ്ടായിരുന്നോ? ആദിയാണ്
ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞ് കോളേജിൽ പോയാൽ പോരെ, ഇപ്പൊ തന്നെ പോണമെന്നുണ്ടോ? ദേഷ്യം ഇപ്പോഴല്ല വരേണ്ടത്, കുറച്ചും കൂടി കഴിയട്ടെ. നല്ല ദേഷ്യം വരാനുള്ളത് ഞാൻ കാട്ടിത്തരാം. അല്ലാടി നീ അല്ല ഏട്ടത്തി എന്തിനാ ഇങ്ങോട്ട് വന്നത്? നേരെ കോളേജിൽ പോയാ പോരായിരുന്നു? ഞാൻ ആദ്യമായിട്ടൊപ്പം പോവാൻ എന്താടാ ബൈക്കിലല്ലേ ആദ്യമായിട്ടും പോകുന്നത്. ഞാൻ ഇതുവരെ ആദ്യമായിട്ടൊന്നും ബൈക്കിൽ കയറിയിട്ടില്ല. നിനക്കറിയാലോ എന്താഗ്രഹമാണ് എനിക്ക് അതിന്റെ ബൈക്കിൽ കയറാൻ. അപ്പൊ ഇങ്ങനെ കയറാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യാം. അതിനെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കേറണമല്ലോ, കേൾപ്പിക്കാം. നീ എന്തൊക്കെ തേങ്ങയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവില്ല. വാ ഇങ്ങോട്ട്, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് വിശക്കുന്നുണ്ട്. നീ അവിടെ പുറത്തെടുക്കാറുന്നു. ആ നീയും എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിനക്ക് നേരെ കോളേജിൽ പോകേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അമ്മാവിന്റെ ഒക്കെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി വന്നതാ. ഫസ്റ്റ് ടൈം PGക്ക് പോകുന്നതല്ലേ, ഒന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകാന്ന് കരുതി. ഈ അനുഗ്രഹമൊക്കെ ഇന്നലെ മേടിച്ചിട്ടല്ലേ മോള് ഇവിടുന്ന് കടന്നു പോയത്. എന്നിട്ട് പിന്നെ ഇന്നും വന്ന് മേടിക്കേണ്ട ആവശ്യം എന്താ? മോളിങ്ങോട്ട് വാ. എടുത്തേക്കാം, മിണ്ടാതിരുന്നേ. അവൾ നല്ലൊരു ദിവസമായിട്ട് വന്നു എന്ന് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് കുത്തിത്തേരിപ്പുണ്ടാക്കിക്കോളും. വാ മോളെ, മോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല അമ്മയ്യ, ഒന്നും കഴിച്ചില്ല. ഇവിടെ വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. നിന്റെ വീട്ടിലെന്താ ഒന്നും ഉണ്ടാക്കാറില്ലേ? എന്നും ഇവിടെ വന്ന് കഴിക്കാനായിട്ട്. ശരി, ഞാൻ കഴിക്കുന്നില്ല, പോരെ. ഇനി ഞാൻ ഇങ്ങോട്ട് വരുവില്ല. മോളത് വിട്ടേക്ക്, അവന് തലയ്ക്ക് ഭ്രാന്തം വേണ്ട. മോള് വാ, അമ്മായി വന്നിട്ട് തരാം. അമ്മ എന്നാ ഞാൻ ഇറങ്ങട്ടെ. അമ്മ ഞാൻ ഇറങ്ങുവാണേ. ശരി അമ്മ, വൈകിട്ട് വരാൻ പറ്റുവാണെങ്കിൽ ഇങ്ങോട്ട് വരാം. ഒന്നും മിണ്ടാനൊന്നും പറ്റില്ലല്ലോ. ശരി അമ്മായി, എന്നാ ഞാനും ഇറങ്ങുക. മോളിപ്പോ എങ്ങനെയാ പോകുന്നത്? ഞാൻ ആദ്യത്തിനൊപ്പം ബൈക്കില്. എന്താ അമ്മായി? എന്റെ ഒപ്പൊന്നും വരണ്ട. നീ സച്ചുവിന്റെ ഒപ്പം വന്നാൽ മതി. അവൻ കാറിലാ വരുന്നേ. അവനേതോ ഫ്രണ്ട്സിനെയൊക്കെ എടുക്കാനുണ്ട്. അപ്പൊ നീ അവന്റെ കൂടെ പോരെ. ഇവക്ക് കുറെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പോകുന്നത്. നീ അവന്റെ ഒപ്പം വന്നാൽ മതി. അവിടെ പോയി. ഇല്ല, പറ്റില്ല. ഞാൻ ഇന്നലെ അതിന്റെ അടുത്ത് പറഞ്ഞല്ലോ എനിക്ക് അവരുടെ ബൈക്കിൽ എന്തെങ്കിലും ഒരു ദിവസം കയറണമെന്ന്. അപ്പൊ ഇരുന്നല്ലേ പറഞ്ഞത് PGക്ക് ചെല്ലുന്ന സമയത്താണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ. ഇത് പറ്റില്ല കേട്ടോ. ഫസ്റ്റ് ദിവസം തന്നെ എന്നെ എടുത്ത് പിന്നെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങോട്ട് മാറിയിരുന്നു. എനിക്ക് ഇഷ്ടം പോലെ പണിയുണ്ട്. മാറിയേക്ക്. മോളെ, അവൾക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ടല്ലേ മോൾ ഇന്ന് സച്ചിന്റെ പോകും. നാളെ അവൻ കൊണ്ടുവിടും. അമ്മായി ഉറപ്പ് തരാം. അവർ പൊക്കോട്ടെ, മാറിയേക്ക്. എന്റെ ചേട്ടൻ എന്തെങ്കിലും എന്നോട് ഇഷ്ടം പറയൂട്ടോ. അന്ന് ഞാൻ അന്നേരം തലമണ്ടയ്ക്ക് അടിച്ച് കൊല്ലും. അതിഷ്ടം പറയുമ്പോഴല്ലേ. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു നമുക്ക് ഇതുവരെ ഉറപ്പില്ലല്ലോ മോളെ. എന്നാ തമ്പുരാട്ടി, നമുക്കങ്ങ് ഇറങ്ങിയാലോ കോളേജിലേക്ക്? ഇറങ്ങാം. എന്റെ പൊന്നു മാഡം, ഒന്ന് ചിരിച്ചോണ്ടൊക്കെ ഇറങ്ങ്. ആദ്യമായിട്ട് PGക്ക് പോകുന്നതല്ലേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ വണ്ടി എടുക്കാം, നമുക്ക് പോകാം. ഹലോ, ഒരു മിനിറ്റ്, ബാക്കിലോട്ട് കയറിയാ മതി. ആയിക്കോട്ടെ സാർ, ഞാൻ ബാക്കിലോട്ട് കയറിക്കോളാം. ഇതെന്നാത്തിനാണോ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തിക്കുന്നത്? നീ തന്നെ നിന്റെ ഏട്ടനെ പോലെ എന്നെ വല്ലയിടത്തും കൊണ്ട് ഇറക്കി വിടാനാണോ? എന്തൊരു നേരായിടാ ഞാൻ പിന്നെ ഇവിടെ കാത്തിക്കാൻ തുടങ്ങിയിട്ട്. മനുഷ്യനെ ദേഷ്യം പിടിച്ചു തുടങ്ങി. 9 മണിയായിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ക്ലാസ് ഒന്നും അറിയാൻ പാടില്ല. ഹലോ മാഡം, ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. എടി, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ശിവേച്ചി നമ്മുടെ കോളേജിൽ PGക്ക് ചേരാന്ന്. നീ അത് ഇപ്പത്തേനും മറന്നുപോയോ? ഇന്നലെ രാത്രി ഞാനതൊന്നും മറന്നുപോയിടാ. ചേച്ചിക്ക് സുഖല്ലേ? ചേച്ചി ഏത് കോഴ്സാ എടുത്തിരുന്നേ? എനിക്ക് സുഖം തന്നെ. നിങ്ങൾക്ക് 2 പേർക്കും
എല്ലാവർക്കും സുഖമല്ലേ? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? നിനക്ക് മനസ്സിലായില്ലേ പിന്നെ അവള് നമ്മളാക്കിയതാ, അവക്ക് ഇതുവരെ സെറ്റ് ആയിട്ടില്ലല്ലോ. ഓ പിന്നെ നിങ്ങളാക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ? അല്ല ശിവേച്ചി, അപ്പൊ ഇതുവരെ ഏട്ടൻ ചേച്ചിയുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഏട്ടനിന് വേറെന്തെങ്കിലും ഇഷ്ടമുണ്ടോ? ഏയ് വേറെന്ത് ഇഷ്ടം? അങ്ങേർക്ക് ആരോട് ഇഷ്ടം തോന്നില്ല, അതാണ് അങ്ങേരുടെ ഏറ്റവും വലിയൊരു സ്വഭാവം. ആര് പറഞ്ഞു? നമ്മുടെ പൂച്ച ചേച്ചിയിലെ ഏട്ടന് ഇഷ്ടാണല്ലോ. ചേച്ചിയുടെ ക്യാരക്ടറൊക്കെ ഏട്ടന് ഭയങ്കര ഇഷ്ടാ. ഓ പിന്നെ പിന്നെ എന്നെ കണ്ടിട്ട് എനിക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. മോക്ക് ഇഷ്ടപ്പെടണ്ട, ഏട്ടന് ഇഷ്ടായാ മതി. ഏട്ടനാണല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നേ. കല്യാണോ? നീ എന്തൊക്കെയാണ് സജീവ് പറയുന്നത്? അവരെങ്ങനെ കല്യാണം കഴിക്കാനാ? ഞാനല്ലേ ഏട്ടന്റെ വൈഫാകാൻ പോകുന്ന കുട്ടി. അത് മോള് മാത്രം തീരുമാനിച്ചാ പോരല്ലോ, ഏട്ടനും കൂടി തീരുമാനിക്കണ്ടേ? സച്ചു, നീ ഒന്നും മിണ്ടാതിരി. കുഴപ്പമില്ല ചേച്ചി, നമുക്ക് എന്നെ കൊണ്ട് എന്തായാലും ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാം. അതിനുള്ള പ്ലാനൊക്കെ ഞാനിരുന്നേ. എന്റെ പ്ലാനൊക്കെ വർക്കൗട്ട് ആയിട്ടാണല്ലോ എന്റെ സ്വന്തമാക്കിയത്. അതേപോലെ ചേച്ചിയുടെ ലാബ് ഓഫ് ലൈഫും ഞാനും സെറ്റാക്കും. ചേച്ചി പേടിക്കാതിരിക്കേ. ചേച്ചിയുടെ പ്രാണനാഥനെ ഞാൻ ചേച്ചിയുടെ കൈവെള്ളയിൽ വെച്ചിട്ടുണ്ട്. അതാണ് ഈ കുട്ടിയുടെ കലാവാസന. നീ എന്റെ പുത്താടി, ജനിക്കാതെ പോയ അനീതിയാണ് നീ എനിക്ക്. നീ എന്റെ സുന്ദരി മുത്ത്. ഇവരൊക്കെ എന്തിനു കൊള്ളാം, ഇവരെന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലുമില്ല. ഇനി ചേച്ചി വിശ്വസിക്കണ്ട, ഞാനുണ്ടല്ലോ. നമ്മൾ ഒന്നിച്ചൊരു പ്ലാൻ ഉണ്ടാക്കി ഏട്ടനെ വളയുന്നതാക്കി ചേച്ചിയുടെ കൈവെള്ളയിൽ വെച്ച് നോക്കി ഇനി എനിക്ക് ഉറക്കമുള്ളൂ. അതെ, ഒന്ന് മിണ്ടാണ്ടിരിക്കോ രണ്ടു കൂടി. മനുഷ്യന് വണ്ടി ഓടിക്കാനുള്ളതാ, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഓ ആയിക്കോട്ടെ സാർ, ഞങ്ങൾ മിണ്ടാണ്ടിരുന്നോളാം. സച്ചു, ചിന്നു, ഞാൻ ക്ലാസ്സിൽ പോവാണ്. ഇനി എവിടെയാണോ ആ സെക്ഷൻ? എനിക്കാണെങ്കിൽ കോളേജ് പരിചയമില്ലല്ലോ, ഒന്ന് പോയി കണ്ടുപിടിക്കട്ടെ. എടി അത് സെക്കൻഡ് ഫ്ലോറില് രണ്ടാമത്തെ സെക്ഷനിൽ കാണുന്നതാ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. അവിടെ പോയി ചോദിച്ചാൽ മതി PG ക്ലാസ് എവിടെയാന്ന് അവര് പറഞ്ഞു. ഓ വേണ്ട, അവിടെ നിന്റെ പിന്നാലെ ഏട്ടനുണ്ടാവില്ലേ, എനിക്ക് അങ്ങനെ കാണണ്ട. ഓ അങ്ങനെ, അപ്പോ ഏട്ടനോട് പിണങ്ങിന്ന് തോന്നുന്നു. പിന്നെ പെണങ്ങാണ്ട് നീ കണ്ടല്ലേ അങ്ങേരൊന്നും ചെയ്ത പണി? ഞാൻ എന്ത് കഷ്ടപ്പെട്ട് ഒരുങ്ങി റെഡിയായി വന്ന് എന്നൊന്നും പുകയറ്റിയതുമില്ല. എന്ന് ഞാൻ വണ്ടിയിലൊന്ന് കയറിയിട്ടും ചോദിച്ചപ്പോ എന്താ അങ്ങേര് പറഞ്ഞത്? നീ സച്ചിന്റെ കൂടെ വന്നാൽ ആരെന്താ അങ്ങേരെ വണ്ടി കയറിയ അങ്ങേരെ വണ്ടി കൊഴിഞ്ഞു പോകും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഞാനൊന്നും പറയാത്തതാ. ശരി ശരി, അതൊക്കെ നമുക്ക് പരിഹരിക്കാം. എന്തായാലും ഇവള് പറഞ്ഞ പോലെ നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കി നോക്കാം, അല്ലാണ്ട് എന്നാ വേറെ വഴി. നീ ഇപ്പൊ ചെല്ലും, കാരണം ക്ലാസ് ഒക്കെ തുടങ്ങാറായില്ലേ. ഫസ്റ്റ് ദിവസം തന്നെ മുടങ്ങണ്ട. പുള്ളിയാണെങ്കിലേ ക്ലാസ്സിൽ വന്ന വേറെ ആളാ, ഇതിനേക്കാൾ വലിയൊരു ദേഷ്യക്കാരനാന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ കാണിക്കുന്നേക്കാൾ ദേഷ്യം കൂടുതൽ എങ്ങനെയാണ് കാണിക്കുന്നത്? അയാളൊന്ന് ചിരിക്കാറുണ്ട്, എന്റെ മുഖത്തേക്ക് നോക്കാറുണ്ട്. എന്താ പേരുടെ കുഴപ്പം? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കാം. ആദ്യമായിട്ടൊന്ന് വിളിച്ച നാവുകൊണ്ട് വേറൊന്നും കൊണ്ട് എന്നെ വിളിപ്പിക്കണ്ടെന്ന് പറഞ്ഞേക്കുന്നതിന്റെ ഏട്ടന്റെ അടുത്ത് ഞാൻ പോവാ. പാവം ചേച്ചി, എന്തൊരു കഷ്ടം. ഈ അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ പറഞ്ഞാ പോയി, എന്തിനാ വേണ്ടിയിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നത്? അല്ലേടാ? അല്ല, അതൊക്കെ പൊട്ടി. മോള് കാറിൽ വെച്ച് എന്തോ ഒരു ഡയലോഗ് അടിച്ചല്ലോ. നീ ആരെ വിളിച്ചെന്ന്, ആരെ വിളിക്കാൻ പ്ലാൻ ഇട്ടെന്ന്? ഞാനല്ലേ പിന്നെ നിന്റെ പിന്നാലെ ഒരു വർഷം നടന്നിട്ടു. എന്നിട്ട് അവള് ഒരു വർഷം കഴിഞ്ഞപ്പോ ഒരു ഐ ലവ് യു കൊണ്ട് വന്നേക്കുന്നു. പിന്നെ ഗേൾസ് ഒരു പ്ലാനും ഇടില്ലാന്നാ ഈ ബോയ്സിന്റെ വിചാരം. അതുകൊണ്ട് ചേച്ചിക്കൊരു സപ്പോർട്ടിന് വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞുള്ളൂ. എനിക്കറിഞ്ഞൂടെ നീ എന്റെ പിന്നാലെ നടന്ന് വളർത്തിയെന്ന്. എടാ സച്ചു, നമുക്ക് ആ പാവത്തിന് സഹായിക്കണം. ആദ്യത്തെ എങ്ങനെയെങ്കിലും ഇഷ്ടമാണ് പറയിപ്പിച്ചേ പറ്റും. ആദ്യത്തിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? എന്താ നിന്റെ അഭിപ്രായം? വലുതായിട്ട് ഇഷ്ടമുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷെ എവിടേക്കോ ഒരു ഇഷ്ടമുണ്ട്. അവളുടെ ഈ കുറുമ്പുകളും കളികളും ഒക്കെ അവൻ ആസ്വദിക്കുന്നുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം. എന്തായാലും നമുക്കൊരു പ്ലാൻ തന്നെ അങ്ങ് ചെയ്യാമേ.
നീ ടെൻഷൻ ആവാതെ നടക്കങ്ങോട്ട്, ക്ലാസ് ഇപ്പൊ തുടങ്ങും. അപ്പൊ സെറ്റ്. അപ്പൊ ഇനി നമ്മുടെ പ്ലാൻ നമ്മുടെ ശിവീച്ചിനെ ആദ്യത്തെ ഒന്നിപ്പിക്കും. അപ്പൊ എല്ലാവർക്കും സെക്കൻഡ് പാർട്ട് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ആർമീസ് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്യണം, അതേപോലെ വി ഹോപ്പ്, ഹോപ്പ് കുക്ക്, ജി ഹോപ്പ് ഒക്കെ ചെയ്യണം, സ്റ്റോറീസ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഉറപ്പായിട്ടും ചെയ്യാട്ടോ, സമയം അനുസരിച്ച് ഞാൻ ചെയ്യാം.